ഹലോ. അപ്പോൾ നമ്മൾ കുറേ ആയില്ല ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നല്ല, എൻ്റെ ഫോൺ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കുറേ ഡാറ്റ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിന്റെ ആക്സസും നഷ്ടപ്പെട്ടു. കുറെ ബുദ്ധിമുട്ടി റിക്കവർ ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ എത്തിയത്. പ്രൈമാക്കി വെച്ചിട്ടാണ് ഫോൺ പോയത്. എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ആ സമയത്തൊന്നും അത്ര കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സാധനം പോയപ്പോ മനസ്സിലായോ ഇത് ഇവിടെ ഉണ്ടെന്നുള്ളത്. കാരണം ഫോൺ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ പറയുമ്പോഴും നമ്മൾ അത് അത്ര സീരിയസ് എടുത്തിരുന്നില്ല. ഈവൻ ഇൻഷുറൻസ് പോലും എടുത്തിരുന്നില്ല. അങ്ങനെ ഫോണുണ്ട് പോയി. ഞാൻ പുതിയ ഫോണൊക്കെ വാങ്ങി ഇപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈ യൂട്യൂബും വേറെ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് മൊത്തത്തിലൊന്ന് ചാലു കിട്ടിയപ്പോഴാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ പെൻസിൽ സ്റ്റേഷനിലാണ്. ഞങ്ങൾക്ക് ഇവിടേക്ക് ടാക്സി വിളിച്ചു വന്നതാണ്. ഇവിടുന്ന് നേരെ ട്രെയിനല്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാത്തിരിക്കാം, ട്രെയിൻ കാത്തിരിക്കാം ഗ്യാറ്റ്വിക്കിലോട്ട്. അപ്പോൾ വീഡിയോ അതിൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് കണ്ടാക്കി. ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ സൗണ്ട് കേൾക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ് കേട്ടോ, ഒരു ചെറിയൊരു ഹോളിഡേ ആയിട്ട്. അപ്പോൾ ഞങ്ങള് ഗ്യാറ്റ്വിക്ക് എയർപോർട്ട് വഴിയാണ് പോകുന്നത്. അത് ഞങ്ങൾ പോകുന്നത് ദുബൈക്കാണ്, പക്ഷെ വിയ ഖത്തർ ടു അബുദാബി എയർപോർട്ട്. അങ്ങനെയാണ് ആ ലെവലിൽ നമ്മൾ ജേർണി പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണേണ്ട ആവശ്യമുണ്ട് അബുദാബി. അങ്ങനെ ഞങ്ങളൊരു 2 വീക്ക് ഹോളിഡേ കിട്ടിയപ്പോൾ, ഹോളിഡേ കിട്ടുമ്പോൾ എപ്പോഴും ട്രാവൽ ചെയ്യാറുണ്ട് ഹോട്ടലൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ സ്കോട്ട്ലാൻഡും ഒരുപാട് യൂറോപ്പിലെ സ്ഥലങ്ങൾ കവർ ചെയ്ത് ഇപ്രാവശ്യം അതിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഒക്കെ ഇട്ട് അതിനുശേഷമാണ് എൻ്റെ ഫോണൊക്കെ പോയത്. ഒരു ബർത്ത്ഡേ വ്ളോഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ ഫോണ് പോയത്. ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ 2 ബ്രദേഴ്സും ദുബൈയിലുണ്ട്. ഞങ്ങൾ വിചാരിച്ച കുറച്ച് ഫാമിലി വൈബ് പിടിക്കാൻ കരുതി ഇപ്രാവശ്യം. അപ്പം അങ്ങനെ ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രെയിൻ കാത്തിരിക്കാണ് ഗ്യാറ്റ്വിക്ക്. പിന്നെ കുറേ ആയി വീഡിയോ എടുത്തിട്ട്. അപ്പം ഒരു സ്റ്റെക്ക് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വീഡിയോയിൽ. എന്താ പറയണ്ടെന്ന് കിട്ടണില്ല. ഇങ്ങനെ റെഡി ആക്കി കൊണ്ടുവരണം. വീഡിയോ ഇങ്ങനെ ഇട്ട് തുടങ്ങണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഇക്കാക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു നവമാധ്യമമാണല്ലോ ഈ സോഷ്യൽ മീഡിയ അല്ലേ. അപ്പോൾ അതിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ്. ഞാൻ എപ്പോഴും ഇതിൽ എൻകറേജ് ചെയ്യും. വേറെ ഒരു മോട്ടീവ് കൊണ്ടൊന്നുമല്ല, നമ്മളെപ്പോഴും എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ് ആയി ഒരു പ്രൊഡക്റ്റീവായി പ്രോഗ്രസീവായി നിൽക്കുന്നതല്ല എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലത്. ആ ഒരു മൈൻഡ് സെറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ലാക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദുബായിലേക്ക് പോക്കിന് പർച്ചേസ് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇട്ട് തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ആഴ്ചയിലൊരു 2 വീഡിയോ എങ്കിലും ഇടാൻ പറ്റണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അത് ഞാൻ കുറേ ദിവസം വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ വിചാരിച്ചിരുന്നത് നമ്മൾ ഹോളിഡേ പോകില്ല, അപ്പം എന്തായാലും ആ സമയത്ത് തുടങ്ങാം. ആകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പോകുന്നതും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഹോളിഡേ പോകുമ്പോൾ ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെമ്മറിയാണ്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 3 വർഷം മുന്നുള്ള ഞങ്ങൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മെയിനായിട്ട് ഞാനധികം നിഷിൻ്റെ വീഡിയോയിൽ വരാറില്ല. കാണുമ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ട് നമുക്ക്. നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിൽ തന്നെ ആണെങ്കിലും നമ്മൾ ഓരോ ഇയറിലും ഓരോ മാസം നമ്മളിങ്ങനെ പ്രോഗ്രസീവായിട്ടും അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പം ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ആ സിറ്റിയിലുണ്ടായിരുന്നു, ഈ സിറ്റിയിലുണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ ആ പല കാര്യങ്ങളും നമുക്കൊരു റിഫ്രഷിംഗ് ആണ്. പല വെക്കേഷനും പല ഹോളിഡേയ്സും. മറ്റേ നമ്മൾ ഫോട്ടോ മാത്രം എടുത്ത് അത് കഴിഞ്ഞ് ഇതൊരു ഡിജിറ്റൽ ഡയറി പോലെയാണ്. എല്ലാം iCloudലല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു മോട്ടീവും കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ നമ്മൾ നിങ്ങളാരും ബോറടിപ്പിക്കുന്നില്ലേ ഇരിക്കുന്ന കാണുന്ന ആളുകൾ. ബോറടിക്കുകയാണെങ്കിൽ എന്താ പറയുക, കട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, അതൊക്കെ തന്നെ കാര്യങ്ങൾ. അതൊക്കെ രാവിലെ പുലർച്ചെയാണ് ഇവിടെ. ലണ്ടനിലെ സമയം ഇപ്പം 5:23. ഞങ്ങൾ 4 മണിക്ക് നീറ്റതാണ്. നല്ല 4 മണി 3 മണില്ലേ കിടക്കുന്നത്. 2 മണിക്കൂർ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു ഫ്രൈഡേ വരെ. അപ്പോൾ സാറ്റർഡേ നമ്മൾ ഒന്നും ചെയ്തൊന്നുമില്ല, റെസ്റ്റ് എടുത്ത്
നന്നായിട്ട് തന്നെ ആ ഒരു ഹാഫ് ഡേ എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നത്. പിന്നെ ഇന്നലെയാണ് പാക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തത്. പാക്കിങ് മൊത്തം ഞാനാ ചെയ്തത്. ഒന്ന് രണ്ട് കാര്യങ്ങളും മറന്നു ഞാൻ പാക്കിങ്ങിൽ. ഇങ്ങനെ ഇവിടെ സ്റ്റേഷനിൽ എത്തി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അത് എടുത്തില്ല എന്ന് എനിക്ക് ഓർമ്മയത്. പക്ഷെ കുഴപ്പമില്ല, അവിടുന്ന് ഹെയർ ഡ്രയറും പിന്നെ ടവലും അങ്ങനെ ദുബായില് നമുക്ക് അറിയില്ല, ഓൾറെഡി ദുബായില് ഉണ്ടായിരുന്നുണ്ട്. ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു റിഫ്രഷിംഗ് മെമ്മറി ആയിരിക്കും. എന്നാലും ഞങ്ങൾ മാക്സിമം പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്രൗഡഡ് ഒന്നല്ല, നമ്മുടെ അടുത്ത ആളിരിക്കുന്നത്. ട്രെയിന് ക്രൗഡഡ് ഒന്നല്ല, അല്ല ഒരുപാട് അല്ല, ഇവിടെ തൊട്ടടുത്ത ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് സംസാരിക്കാൻ ഒരു മടി. കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാം. അപ്പൊ ഇനി നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ട് അഭ്യാസം. അങ്ങനെ ഇതാ നമ്മൾ ഗാറ്റ്വിക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ചെക്കിങ് ചെയ്തതാണ്. ഇനി ജസ്റ്റ് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് കാണാം. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങൾക്ക് ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഭയങ്കര ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ ഭയങ്കരമായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആദ്യം ഇവർ നമുക്ക് ഡ്രൈ കോണും അതുപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് വന്നു. പാസ്ത ചിക്കനാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ പൈനാപ്പിളിൻ്റെ ഡെസേർട്ടും സാലഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാംഗോ ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ഇക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പനീർ വിത്ത് റൈസാണ്. രണ്ടും അടിപൊളി ടേസ്റ്റിന് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിലത്തെ ഫുഡ്. ഖത്തർ എയർവേയ്സാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇവരെ ഫുഡ് അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ഇതാ ഒരു ചായ വന്നു. പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക, ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഫുഡ് കഴിച്ച് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അടുത്ത ഫുഡ് വരാണ്. അപ്പം വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിതാ ഖത്തറിലെത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളധികം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ രാത്രി. അപ്പം ഫ്ലൈറ്റിൽ നിന്ന് അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് വരുമ്പോൾ മാത്രം എണീക്കുക എന്നുള്ള ഒരു ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദോഹയിലെത്തി. ഇനി നമുക്ക് അധിക സമയമൊന്നും ഇവിടെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റ് കയറണം കേട്ടോ ഇവിടുന്ന് അബുദാബിയിലേക്ക്. അപ്പോൾ ഖത്തറിൽ ഞാൻ അതിന് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഖത്തർ വഴി വന്നിട്ടുള്ള. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതാ അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നടക്കാനുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു എനർജി ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു എനർജിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ സമ്മറിനാണ്, UK ഇപ്പോൾ സമ്മറാണ്. ഈ സമ്മറിനാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ അതിലും നല്ല ചൂടാണെന്ന് അറിയാം.
പക്ഷെ എന്തായാലും നമുക്ക് അത്യാവശ്യം ചൂട് ഒക്കെ എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രിത്തെ ഫ്ലൈറ്റൊക്കെ കയറിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു വ്യൂവും അതുപോലെ തന്നെ ഫ്ലൈറ്റിലത്തെ ഫുഡും ആണ് കേട്ടോ. എനിക്ക് ഈ ഫ്ലൈറ്റിലെ ഫുഡ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റൊക്കെ നമ്മൾ കയറിയിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഫ്ലൈറ്റിൽ നിന്ന് അവർ ഇതേപോലെ സാൻഡ്വിച്ച്, ഇപ്രാവശ്യം പനീർ സാൻഡ്വിച്ചും വിത്ത് ഓറഞ്ച് ജ്യൂസും ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചൂസ് ചെയ്യാം എന്താ വേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഫ്ലൈറ്റ് യാത്ര അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സീറ്റൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതാ നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. അബുദാബിയിൽ നമ്മൾ എത്തിയിട്ട് പിന്നെ ഞാൻ അധികം വീഡിയോസ് അവിടെ നിന്ന് എടുത്തില്ല, കാരണം ഇക്കാൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് എസ്ക്ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്, ഇങ്ങനെ തന്നെ തോന്നുന്ന പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുവൈത്തി സ്ട്രീറ്റിലുള്ള അവിടെയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ള. അങ്ങനെ ഇവിടെ നമ്മളുള്ളത് ഒരു 4 ദിവസമാണ് നമ്മൾ ഇവിടെ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചിലപ്പം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും റൂം എടുക്കുക, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിനി അധികം ആരെയും കാണാനൊന്നും പോകുന്നില്ല, കാരണം ഇപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാം. സംഭവവിപുലമായ യാത്ര അങ്ങനെ അവസാനിക്കുകയാണെന്ന്. നമ്മളിപ്പോ ഇനിയും ഒന്ന് റീഫ്രഷ് ആയിട്ട് പോയി കറക്റ്റ് ചായ കുടിച്ച് സെറ്റ് ആയിട്ടൊക്കെ എടുക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് UK ലണ്ടൻ ടൈമും ദുബായ് ടൈമും തമ്മിലുള്ള ലാബ്സ് ഉണ്ടല്ലോ, അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഫുള്ള് കിടന്ന് ഉറങ്ങും ചെയ്തിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഈ ഹോട്ടൽ റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം എല്ലാ വേണ്ട കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV ഉണ്ട്, അതുപോലെ തന്നെ സോഫ, അതുപോലെ മിനി ബാർ. പക്ഷെ ഫ്രിഡ്ജിൽ ഒന്നുമില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറയണം, അങ്ങനെയാണ്. പിന്നെ കെറ്റിലും അതുപോലെ കോഫി ഉണ്ടാക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോഫിയൊന്നും ഇവിടുന്ന് ഉണ്ടാക്കിയില്ല കേട്ടോ, അതാണ് സത്യം. നമ്മൾ ചായ പുറത്തുനിന്ന് തന്നെ ആയിരുന്നു നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മിററാണ്. ബാത്റൂം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പഴക്കമുള്ള റൂമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫർണിച്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ റൂമിനുള്ളത്. ഇക്കാക്ക് കൂടുതലും ഇങ്ങനത്തെ ഫർണിച്ചറാണ് കൂടുതലും ഇഷ്ടമുള്ളത്. പിന്നെ ബാത്റൂമിൽ കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടബും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഷാമ്പൂ ഇതൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, നമ്മളൊക്കെ കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്കൊന്ന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് റൂമിൽ പോയി ജസ്റ്റ് ബാഗ് ഒക്കെ അവിടെ വെച്ചു. ഞങ്ങളൊരു എന്താ പറയാ, രാത്രി 2 മണിയായിട്ടുണ്ട്. ചായ കുടിക്കാൻ പോയി. ദുബൈയിലെത്തിയപ്പോ നമുക്ക് ചായ കുടിക്കാനൊരു മോഹം. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടുന്ന് ലണ്ടനിൽ ഇപ്പൊ ഓൾറെഡി സമ്മറാണ്, ചൂടാണ്. പക്ഷെ സമ്മർ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചധികം ചൂടുണ്ട്. ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഒരു ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഫീൽ, ഒരു പുഴുക്കുണ്ട് ഇവിടെ. കുറച്ച് ഫ്രീ ആയി ലൂസുള്ള ഡ്രസ്സേ ഇവിടെ പറ്റുള്ളൂ അല്ലേ, അവിടുന്ന് വന്നോണ്ടാണോ അറിയില്ല. ഞങ്ങള് ഇത് രാത്രി പറയുമ്പോ 2 മണിയാണ്. ഈ സമയത്തും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇത് ലണ്ടനിലാണെങ്കിൽ നോട്ട് പോസിബിൾ അറ്റോൾ. തണുത്ത് ഈ സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും രാത്രി ഇറങ്ങി ലണ്ടനിൽ എന്തെങ്കിലും ഒരു ഓവർകോട്ട് വേണ്ടി വരും.
എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ അതിനൊന്നും ആവശ്യമില്ല. നല്ല ചൂടാണ് രാത്രി 2 മണിക്കും ചൂടാണ്. പിന്നെ ഇവിടെ സേഫ് ആണല്ലോ കംപ്ലീറ്റ്ലി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മള് മുന്നേ ചായ അടിക്കാൻ പോകുന്നൊരു സ്പോട്ടുണ്ട് അവിടെ ഇപ്പൊ ഇന്ന് വന്ന അവിടെ ഉണ്ട്. വണ്ടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. UK ലൈസൻസ് ഒക്കെ ഉള്ളത് കാരണം മുൻപ് ദുബായ് ലൈസൻസ് ഉണ്ടായിരുന്നു. ഞാനത് സ്വാപ്പ് ചെയ്തു. അപ്പൊ അത് വെച്ച് വണ്ടി എടുക്കാൻ പറ്റുമെന്നാണ് കേട്ടത്. അപ്പൊ വണ്ടിയൊക്കെ എടുക്കണം. അങ്ങനെ കുറെ പ്ലാനുകളുണ്ട്. 2 വീക്ക് ട്രിപ്പാണല്ലോ. നമ്മൾ ചായയൊക്കെ കുടിച്ച് ദുബായിത്തെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ പറ്റാണെങ്കിൽ കാണിക്കാം അല്ലേ അരിശ? ടയർഡാണ് ഒന്നാമത്. വീഡിയോ എടുക്കാൻ നല്ല ടയർഡാണ്. എന്നാലും മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. നിഷിത കറാമയിലൂടെ തെരാപ്പാര നടക്കുന്നു. ഞങ്ങൾ 2 പേരും ഫുഡ് നോക്കിയിട്ട്. ഒരുപാട് ഫുഡിൻ്റെ ഹോട്ടൽസ് ഉണ്ടാവും. നമുക്ക് കൺഫ്യൂഷൻ ഔട്ടോ ഇവിടെ കയറണം എന്ന്. അതപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ചായ കുടിക്കാനുള്ള പ്ലാന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ കറാമയിലുള്ള ഫുഡ് ആൻഡ് വൈബ്സിൽ സ്റ്റെക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മളിതാ ഈ ഷവായി കണ്ടിട്ടാണ് നമ്മൾ സ്റ്റെക്കായിട്ടുള്ളത്. അപ്പോൾ ചായയും ഷവായും ഒക്കെ കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മള് എവിടെ ഫുഡ് വൈബ്സ് അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ടിക്ക ഈ ചൂടത്ത് ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടെൻഡർ കോക്കനട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഷവായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു സാലഡ് പോലെ, സാലഡല്ല ക്യാരറ്റും വാട്ടർ മെലനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര പുഴുങ്ങുന്ന പോലെ, ചൂട് സഹിക്കാൻ വയ്യാത്ത പോലെ. നല്ല അടിച്ച ചായ. അതല്ല ചിന്തിക്കാൻ പറ്റുമോ? ലണ്ടനിൽ സമയത്ത് ഇങ്ങനത്തെ ചായ ഇരിക്കാൻ പറ്റും. ലണ്ടനിലൊക്കെ കറക്റ്റ് രാത്രി 2:40 ദുബായിൽ അടിച്ചായ കിട്ടും. ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഷവായും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ. ചായൻ്റെ ടേസ്റ്റ് അത്രയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഷവായി എന്ന് പറയുന്നത് ഇതാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് സ്പൈസി മസാല ഷവായി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുബായിൽ കറാമയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി നന്നായിട്ട് തന്നെ ഇഷ്ടമായി. അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടെൻഡർ കോക്കനട്ട് കുഴപ്പമില്ല, ഏവറേജ് ആയിരുന്നു. ഒരുപാട് മധുരം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചേ കുടിച്ചുള്ളൂ. ഈ അനാറിൻ്റെ ജ്യൂസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഞങ്ങൾ നടക്കണം റൂമിലോട്ട്. പോണ വഴിക്കോട്ട് ഒരു പാർക്കോല് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഒമാൻ ചിപ്സും അങ്ങനെയുള്ള ആളൊക്കെ വാങ്ങാൻ രാവിലെ ചായക്ക് നാളെ രാവിലെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നാണെങ്കിൽ എൻ്റെ അനിയന്മാരും നാളെ വരുന്നുണ്ട്. അപ്പോൾ അവന്മാരെ കിട്ടാൻ കറക്റ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളെ ഹോളിഡേയുടെ മൂഡ് അടിച്ച് വൈബ് തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല. ലബനപ്പും ചീസ് ബോളും ഒമാൻ ചിപ്സും ആണ് എടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.